പഴന്തമിഴ് പാട്ട്, ആ പാട്ടല്ലേ, അതെന്റെ മനസ്സിൽ BGM ഇങ്ങനെ ഓടുന്നു. They've made it into a museum for people to see how it looks like. സ്ലൈറ്റ് ആയിട്ടൊരു ഭാർഗവി നിലയാണ് ഇപ്പോ. അതാ വരുന്നു എൻ്റെ ഈശ്വരാ. ചെന്ന മോളെ വലതുകാലിൽ വെച്ച് കയറിക്കോ. കുതിരയുടെ ചാണകം മണക്കുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ടു ഒരു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും സുനിലും പിള്ളേരൊക്കെ സുഖമായിരിക്കണു. ഇതാ അവിടെ ഒരു മരം കയറി സുഖമായിരിക്കണു. സുനിൽ ചെറുതിൻ്റെ കൂടെ അകത്താട്ടോ, വീടിനകത്ത്. നമ്മളിപ്പോൾ മുറ്റത്ത് വന്നിട്ട് നല്ല സൺ കേട്ടോ. ഇന്നിപ്പോൾ വിൻ്ററാണ് ഇവിടെ സിഡ്നിയിൽ നടക്കണേ, പക്ഷെ എന്നാലും നല്ല സൺ. നല്ല സണ്ണുള്ളൊരു ദിവസം. ഇത്തിരി തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഉച്ച നേരമാണ്. അതുകൊണ്ട് നല്ല കിഡിലൻ എന്നെ കണ്ടോ, ബാക്കിൽ സൺ കണ്ടോ, കിഡിലൻ സണ്ണൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വിൻ്ററിൽ ഇങ്ങനെ സണ്ണുള്ള ഓരോ ദിവസങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ചല്ലേ. അപ്പോൾ നല്ല സണ്ണുള്ള ദിവസം ഒറ്റ ക്ലൗഡില്ല കേട്ടോ, ഒറ്റ ക്ലൗഡില്ല കണ്ടോ, ഒരൊറ്റ ക്ലൗഡ് പോലും ഇല്ല. അത്രയ്ക്ക് ക്ലിയർ ഡേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലിയർ ഡേ കിട്ടുമ്പോൾ നമുക്ക് വി ഷുഡ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്, റൈറ്റ്? അതെ. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ സാനുമണി ഭയങ്കര ഹിസ്റ്ററി പഠിത്താട്ടോ സ്കൂളിൽ. ഹിസ്റ്ററി പഠിക്കുക എന്ന് വെച്ചാൽ ഇവിടുത്തെ കസ്റ്റോഡിയൻസ് ഓഫ് ദ ലാൻഡ് ഉണ്ടല്ലോ, ഇവിടുത്തെ ആബറിജിനൽ പീപ്പിൾ, അതുമാതിരി ഓസ്ട്രേലിയയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട്, കോൺവിക്സ് വന്ന കാലം, കൊളോണിയൽ ആ ഒരു പീരീഡ്, അങ്ങനത്തെയൊക്കെ കുറച്ച് പറ്റിയിട്ട് സാനു കുറേ പഠിക്കുന്നുണ്ടല്ലേ സാനു? ഐ യു എൻജോയിങ് വാട്ട് യു ലേണിങ്? ഇറ്റ്സ് ഫൺ, റൈറ്റ്? എപ്പോഴും നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം, നമ്മൾ താമസിക്കണതല്ല ഏതൊരു ഭാഗം ഓഫ് ദ വേൾഡ് ആയാലും അതിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കുക വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ പണ്ടേ ഹിസ്റ്ററിയിൽ നല്ലതായിരുന്നു, അറിയോ? ഐ വാസ് റിയലി ഗുഡ് അറ്റ് ഹിസ്റ്ററി. ഐ തിങ്ക് ബിക്കോസ് എനിക്ക് നല്ല ടീച്ചർ ഉണ്ടായിരുന്നു ഹിസ്റ്ററിക്ക് കേട്ടോ. ശാലിനി മാം, അവരിപ്പോൾ ഇല്ല നമ്മുടെ കൂടെ. എൻ്റെ ഫേവറേറ്റ് ടീച്ചേഴ്സിലെ ഒരു ടീച്ചറായിരുന്നു ശാലിനി മാം. അപ്പോൾ മിസ്സ് എന്നെ പഠിപ്പിച്ചിരുന്ന ആ ഒരു ഹിസ്റ്ററി പഠിപ്പിച്ചിരുന്ന ആ ഒരു ടൈം കാരണം തോന്നുന്നു എനിക്കിപ്പോഴും ഹിസ്റ്ററിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയക്കും ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു കൺട്രിക്ക്. അപ്പോൾ സാനു ഇപ്പോൾ കുറേ ഹിസ്റ്ററിനെ പറ്റി പഠിക്കുന്നുണ്ട്. ആൻഡ് വി തോട്ട് ഓക്കെ, ലെറ്റ്സ് ടേക്ക് ഹെർ ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കാണാൻ. ആൻഡ് നിങ്ങൾക്ക് കൂടെ ആ സമയത്ത് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം മ്യൂസിയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണലി കാണുന്ന പോലത്തെ മ്യൂസിയം അല്ല കേട്ടോ ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ കുറച്ച് അപ്പുറത്ത് മാറി നിന്നിട്ട് പറയാം. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മ്യൂസിയം ആണ് കേട്ടോ. ഈ മ്യൂസിയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു എസ്റ്റേറ്റാണ്. എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ കുറേ റബ്ബർ തോട്ടവും അങ്ങനത്തെ എസ്റ്റേറ്റ് അല്ല. എസ്റ്റേറ്റ് ഇൻ ദ സെൻസ് ഒരു വലിയ വീട്. ഇറ്റ്സ് എ വെരി ഓൾഡ് ഹൗസ് കേട്ടോ. That was like made in the 1800s. And Orkara. They've made it into a museum for people to see how it looked like when it was in the past, and houses, how they looked like in the past. അതന്നെ. അപ്പോൾ പണ്ടത്തെ ഒരു വീടാണ്, 1800s വീടാണ് നമ്മൾ പറഞ്ഞ മാതിരി. അത്രയും പണ്ടത്തെ ഒരു വീടിനെ ഒരു 1990s ഗവൺമെൻറ് ഏറ്റെടുത്ത് അതിനെ ഒരു മ്യൂസിയം ആക്കി മാറ്റി. ഓക്കെ, 6 ജനറേഷൻസ് ഓഫ് ഫാമിലി താമസിച്ചിരുന്ന ഒരു വീടത് കേട്ടോ. അത്രയും പഴയതാണ്. അവരുടെ കുറേ ഫാം ഉണ്ട്, കുറേ ആനിമൽസ് ഉണ്ട്. ആൻഡ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് ഇവിടുത്തെ അബറിജിനൽ ലേഡീസ് ഒരു പരിപാടിയൊക്കെ അവിടെ നടത്തുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഇന്ന് നല്ല കറക്റ്റ് ഡേ ആണ് പോയി കാണാൻ. ഓക്കെ, സണ്ണി ഡേ ആയതുകൊണ്ട് അവർ പറഞ്ഞ് സൺസ്ക്രീനൊക്കെ ഇടണമെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും സൺസ്ക്രീനൊക്കെ ഇട്ട് റെഡിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഡ്രൈവ് ചെയ്ത് പോവാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ വെരി ഡിഫറെൻറ്റ് ആൻഡ് യൂണീക്ക് എക്സ്പീരിയൻസ്. നമ്മളിത് നോർമലി വ്ളോഗ്സിൽ ഇങ്ങനത്തെ ഒന്നും ബ്ലെസ് യു കാണാത്തതല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി റിയലി നൈസ്. ഇതിനെക്കുറിച്ച് പറയാനും അറിയാനും മാത്രമല്ല, ഇറ്റ് വിൽ ബി എ നൈസ് ഫൺ ഡേ ഔട്ട് ആസ് വെൽ ഫോർ ദ കിഡ്സ് ആൻഡ് ഫോർ അസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. വൺസ് അഗൈൻ വെൽക്കം ടു അപ്പോൾ ഗൈസ്, ഞാൻ എന്താ പറഞ്ഞ വെച്ചാൽ ഞാൻ രാമായണം മുഴുവൻ പറഞ്ഞു, പക്ഷേ രാമനും സീത എവിടെയാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ പോകാൻ പോണ എസ്റ്റേറ്റ് ഈ റൗസ് ഹിൽ എസ്റ്റേറ്റാണ്. റൗസ് ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ സിഡ്നിയിലുള്ള ഒരു സബർബാണ് കേട്ടോ. അവിടെ നമുക്ക് ആദ്യമൊക്കെ തോന്നും ഇത്രയ്ക്കൊക്കെ ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണോ എന്നൊക്കെ തോന്നും നമുക്ക് ആദ്യമൊക്കെ ചെല്ലുമ്പോൾ. പക്ഷേ അതിൻ്റെ ഇന്നർ പോക്കറ്റ്സിൽ ഇങ്ങനത്തെയൊക്കെ കുറച്ച് ഹിഡൻ ജെംസ് ഉണ്ട് കേട്ടോ, വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങൾ. ടിക്കറ്റ്സ് എടുക്കണം, പറഞ്ഞ മാതിരി നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ്സ് ഒക്കെ എടുക്കണം. ഫ്രീ ടിക്കറ്റാണ് പക്ഷേ കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട്
ടിക്കറ്റ്സ് സെലക്ട് ചെയ്യുക. നമ്മൾ എത്ര അഡൽട്സ് ആണ്, എത്ര കുട്ടികളുണ്ട്, എത്ര ബേബീസ് ഉണ്ട് എന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് റിസർവ് ചെയ്യണം. എന്നാലാണ് അവർക്ക് അറിയൂ എത്ര പേര് വരും, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അവർക്ക് ലിമിറ്റഡ് നമ്പേഴ്സിൽ അവർ ആ വീടിനകത്ത് ആൾക്കാരെയൊക്കെ കയറ്റു. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ പോവാച്ചാൽ അവരുടെ വെബ്സൈറ്റിൽ പോവാം. ഇത് ഇവിടുത്തെ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ മിനിസ്ട്രി ഓഫ് മ്യൂസിയംസോ അങ്ങനെ എന്തോ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യണതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അവർ തന്നെയാണ്. അവരുടെ ഗൈഡഡ് ടൂർസ് ഒക്കെ ഉണ്ട് അത്രേ. പോയിട്ട് വേണം അറിയാൻ ഇന്നിപ്പോൾ ഉണ്ടോയെന്ന്. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് ഒരു സൺഡേ ആണ്. എവറി സെക്കൻഡ് സൺഡേ ഓഫ് ദ മന്ത് ആണ് കേട്ടോ അവരിങ്ങനത്തെ ഓരോ പരിപാടികൾ അവിടെ നടത്താറ്. ചില സമയങ്ങളിൽ അവർ എല്ലാ സൺഡേസ് ഓപ്പൺ ചെയ്യും, ചില മന്തുകളിൽ. അപ്പോൾ അത് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇത് റൗസിൽ എന്ന് പറഞ്ഞിട്ടുള്ള സബർബിൽ എത്തിയിട്ടോ നമ്മൾ. അവിടെ കുറേ കണ്ടില്ല ഇങ്ങനെ ഓപ്പൺ പാർക്സും ഫീൽഡും ഒക്കെ ഉള്ളതാണ്. കുറേ കുട്ടികളുടെ സ്കൂൾ ഇവൻറ്റ്സും ഇങ്ങനത്തെ അത്ലറ്റിക് ഇവൻറ്റ്സ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. അതാ എത്തിയിട്ടോ റൗസിൽ എസ്റ്റേറ്റ്. ഇതാണ് സംഭവം. ഇങ്ങനെ പോയി വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ ഫ്രീ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, ആക്സസിബിൾ ആണ് പ്രാംസിനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ നമ്മൾ ആ വീടിനകത്ത് അവർ പ്രാമൊന്നും കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ അതൊക്കെ സൂക്ഷിക്കണം. നമ്മളിതാ സാശുവിനെ ഇതിനകത്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും സാധനമൊക്കെ തൊപ്പിയിട്ടിട്ടാണ് കടക്ക് കേട്ടോ. അങ്ങനെ വിശാലമായ പറമ്പ്. ആ ബാക്കിൽ കാണുന്നതൊക്കെയാണ് പ്രോപ്പർട്ടി. അതാണ് ആ വീടും. അവിടെ കുറേ ആനിമൽസിനെയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളിവിടെ ഏതൊരു മേജർ ഈവൻറ്റ് നടക്കുമ്പോഴും ഇവിടുത്തെ ആബറിജിനൽസിന് താങ്ക് യു ഒക്കെ പറയൂ കേട്ടോ. അവരുടെ ആണല്ലോ ആഫ്റ്റർ ഓൾ ഈ ലാൻഡ്. പിന്നെയാണല്ലോ ഈ കോളനൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇതെൻ്റെ വിസിറ്റർ ഇൻഫർമേഷൻ എന്തോ ഒരു സെൻറ്ററാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പറമ്പുകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ഓൾറെഡി നമുക്ക് കുറച്ച് കാറ്റലിനെയൊക്കെ കാണാം. ഇങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്ത് ആൾക്കാർ ജീവിച്ചിരുന്നതും ആനിമൽസിനെയൊക്കെ നോക്കി വളർന്നിരുന്നതൊക്കെ. അതും കൂടെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ. അതെൻ്റെ അബറിജിനൽ നെയിമാണല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക? പറ. കണ്ട ഡയറക്റ്റ് കൺട്രി അബറിജിനൽ ലാൻഡ്. അതിനെ പറ്റിയിട്ട് കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. റൗസിൽ എസ്റ്റേറ്റ്. ഉള്ളി കയറാം. ചെന്ന സാധനം. ഈ ഡോറ് കയറി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയാൽ വേറെ തന്നെ ഒരു ലോകാട്ടോ. നേരെ നമ്മൾ പഴയ കാലത്തോട്ടാണ് പോവുക. ഇത് പണ്ടത്തെ കാലത്തെ റോക്സും ചില ചെടികളുടെ ഫോസിൽസും ചില സ്നേക്കുകളുടെ ചില ബോണൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് ഒരു അബറിജിനൽ സ്ത്രീയാണ് കേട്ടോ. ഇവിടുത്തെ നേറ്റീവാണ്. അവരവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും അതുമാതിരി ഈമ്യൂൻ്റെ എഗ്ഗ്, ശരിക്കുള്ള വോളബിയുടെ സ്കിന്ന് ഒക്കെ കാണിച്ചു തന്നു നമുക്കവിടെ. ഈ വലിയൊരു മാപ്പ് പോലെ ഉണ്ടായിരുന്നു പണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു ഹോൾ ഫാം ഹൗസും. ഇതൊരു വില്ലേജാണ്, പണ്ടത്തെ ഒരു വില്ലേജ് തന്നെയാണ്. അതെങ്ങനെയായിരുന്നു ഇത്രയും പറമ്പിൽ 2-3 വീട്, ഒരു സ്കൂള്, കുറച്ച് കാറ്റിൽ, എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ് സ്റ്റൈല്, കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് എങ്ങനെയാണ് ഈ വില്ലേജിൽ, അതൊക്കെയാണ് കേട്ടോ അവരവിടെ ഡെപ്പിക്റ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മളെപ്പോലെ കുട്ടികളായിട്ട് വരുന്നവർക്ക് ഇവിടെ ലെഗോസിൻ്റെ ഒക്കെ കളിക്കാനുള്ള ഒരു ഫുൾ സെൻറ്റർ ഉണ്ട്. ലെഗോന്ന് വെച്ചിട്ട് അവർ ഈ ഹോൾ പറമ്പും ഈ വില്ലേജ് മുഴുവൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ കുറേ ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ സാനുവിൻ്റെയൊക്കെ പ്രായത്തിലോ അല്ലെങ്കിൽ അത് മാത്രമേ കുട്ടികളൊക്കെ വരിക വെച്ചാൽ അവർക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കാം. പേരൻസിന് വേണമെങ്കിൽ പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വരാമല്ലോ. അപ്പോൾ അതിൻ്റെ ഗൈഡഡ് സ്റ്റാഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അവർ ആൾക്കാർ ഇതൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരാണ് അവർ. ഇങ്ങനത്തെ ഒരു മോർണിംഗ് ടീ മാതിരിയൊക്കെ സ്കോൺസും സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ലോക്കൽ പ്രൊഡ്യൂസാണ് ഇതൊക്കെ. ഹണിയും അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി വിൽക്കുകയാണ്. നമുക്കിവിടെ ഇങ്ങനെ വണ്ടർ ചെയ്ത് നടക്കാം, ഈ ഫുൾ സ്ഥലം കാണാൻ. മാപ്പൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇനി അത് നോക്കിയിട്ട് വേണം നമുക്ക് നടക്കാൻ. ഷീപ്പ് വളർത്തണുണ്ട് സാനു. ഇങ്ങനെ കുറേ നടക്കാണ്ട് കേട്ടോ നമുക്കിനി ഇതിനകത്ത് കൂടെ. ഈ കല്ലും മണ്ണും നിറഞ്ഞ വഴിയുള്ളതുകൊണ്ടാണ് അവർ ഷൂസൊക്കെ സൂക്ഷിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് ഇട്ട് വരണമെന്ന് പറഞ്ഞേ. നമ്മളൊക്കെ അതാ പഴയ ഓരോ ഷൂസൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണം കേട്ടോ, നടക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. അത് ഭയങ്കര സംഭവമായിട്ടുണ്ട്. അവിടെ മെയിൻ റോഡാണ് കേട്ടോ. അവിടെ ട്രാഫിക്കൊക്കെ പോകണുണ്ടല്ലേ, മെയിൻ റോഡാണത്. ഓൾഡ് വിൻസർ എന്ന് പറയുന്ന മെയിൻ റോഡാണ്. അതിൻ്റെ തൊട്ട് അരികത്ത് തന്നെയാണ് കേട്ടോ ഈ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ അവർ സിറ്റുവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതും കേട്ടോ. അവരുടെ ഒരു ഹിസ്റ്ററി അവരങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്
ഇന്ന് പക്ഷെ നല്ലൊരു ദിവസം, വലിയ തണുപ്പൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ലായിരുന്നു നമുക്ക്. എന്നാലും തൊപ്പിയും സൺസ്ക്രീനൊക്കെ ഇടണമെന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളതൊക്കെ ഇട്ടിട്ട് കയറുകയാണ് നമ്മളെല്ലാവരും. ഫ്ലൈറ്റ് ഇവിടെ പോണു. ആൻഡ് ഇവിടെ ഫുള്ളാ ഏതോ അന്ധകാലത്തെ ഓരോ സംഭവങ്ങളും. കുറേ മല കയറിയപ്പോൾ കണ്ട മ്യൂസിയം ഓഫ് ഹിസ്റ്ററിയാണ് ഇത് മാനേജ് ചെയ്യുന്നതൊക്കെ കേട്ടോ. ഇതൊരു സ്കൂൾ ഹൗസ് കാണിച്ചു തരാനാ. പണ്ടൊക്കെ എങ്ങനത്തെ സ്കൂളായിരുന്നു ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നതെന്ന്. സാനു കണ്ട, നീ പണ്ട് ജനിച്ചിരുന്നെങ്കിൽ ഇവിടെ വന്നേനെ സ്കൂളിലേക്ക്. ആ കണ്ട, പബ്ലിക് സ്കൂൾ 1888 സ്കൂളാ മോളെ ഇത്. കണ്ട, ആ വാ ഉള്ളിൽ പോയി നോക്കാം. Thank you. Oh wow, kanda. Kandammo. See, they were teaching about spellings and tables. Oh wow. See, you would sit like this, Sanu. This one looks like a newer എടാ എനിക്ക് അത്ര വയസ്സൊന്നുമില്ല. I know, I'm not that old. സാനുവിൻ്റെ വിചാരം എൻ്റെ സ്കൂളൊക്കെ ഇങ്ങനെയായിരുന്നു എന്നാട്ടോ. പാവം. അപ്പോൾ ഇവിടെ അവർ കാണിച്ചു തരായിരുന്നു ഇങ്ങനെ റെപ്റ്റൈൽസിനെയും ഒക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ എങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് പഠിപ്പിച്ചിരുന്നത്. അതൊക്കെ എനിക്ക് അതിശയമായിട്ടോ. അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിരുന്നു എന്നും കൂടെ എനിക്ക് അറിയില്ലായിരുന്നു. അന്നത്തെ കാലത്ത് ശരിക്കുള്ള യൂണിഫോമൊക്കെ ആയിട്ടോ അത് സാനുവിനൊക്കെ അവരത് ഇടിയിപ്പിച്ചു. There you go. Now you're from the 1800s. My cousin. Oh my gosh. Oh really? നമ്മൾ ഞെട്ടിപ്പോയി. മേ കാസ് എന്ന് പറഞ്ഞ ശരിക്കുള്ള ഒരു കുട്ടിയുടെ ശരിക്കുള്ള യൂണിഫോമും നെയിം ബാഡ്ജും ആയിരുന്നു അത്ര അത് കേട്ടോ. സ്ലൈറ്റായിട്ടൊന്ന് പേടിയായി സാനുവിനും. പിന്നെ അവരവിടെ പോയി ഇരുന്നോളൂ. പിന്നെ ഇങ്ങനെ കുട്ടികൾ ഇപ്പോൾ ഈ സ്ലേറ്റിലൊക്കെ അല്ലേ അന്നത്തെ കാലത്ത് പഠിപ്പിക്കുക, അതൊക്കെ കാണിച്ചു കൊടുക്കുക. സാനുവൊക്കെ ഈ സാധനം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സാനുവിന്. അവളുടെ പേരൊക്കെ എഴുതണു, അവിടെ ഇരിക്കണു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ കുട്ടികൾക്ക് അവിടെ വന്നിട്ട് ഇതൊക്കെ കണ്ട് പഠിക്കാനൊക്കെ. Yeah. They wouldn't use paper? No. No, when you were older, you would use paper because paper was quite expensive and there wasn't much of it. Oh, right. So when you were practicing your writing, you would use a slate board. പേപ്പറിനൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര വിലയായിരുന്നു അത്ര. അപ്പോൾ അങ്ങനെയൊന്നും കുട്ടികൾക്ക് എഴുതാനും പ്രാക്ടീസ് ചെയ്യാനൊന്നും പേപ്പർ കൊടുക്കില്ല. ഈ സ്ലേറ്റിൽ തന്നെ അത്ര പണ്ടൊക്കെ അവർ പഠിച്ചിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അങ്ങനെ വളരെ റേഷനായിട്ട് പേപ്പറൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ അതൊരു ഗൈഡായിരുന്നു അത്. അവർ ഈ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. എത്ര കുട്ടികൾ പഠിച്ചിറങ്ങിയ സ്ഥലമാണെന്നൊക്കെ ഇങ്ങനെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അതിനകത്ത് നിൽക്കുമ്പോൾ. This is the school bell. Whoa. I did. സ്കൂൾ ബെല്ല് കാണിച്ചു കൊടുക്കാം കേട്ടോ. അനു വലിച്ചോ, അപ്പോഴേ പറ്റൂ. Put it down hard and let go. Wow, you lucky girl. Yeah. മോളെ, നീ പണ്ടത്തെ സ്കൂളിൽ പോയി ഇരുന്ന് പഠിച്ച് ബെല്ലടിച്ച് ക്ലാസ് കട്ട് ചെയ്ത് അവിടെ അവർ കുറേ ഹോസസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഹോസിനെ കാണാം ആദ്യം. അപ്പോൾ എന്നിട്ട് നമുക്ക് ആ മെയിൻ ഹൗസിലൊക്കെ പോവാം. നീ കുതിരയമ്മ കയറുമോ? കുതിര മീൻസ് ഹോസ്. നമ്മളിവിടെ സിഡ്നിയിലുണ്ടായിട്ട് നമ്മൾ ഇങ്ങനത്തെ മരങ്ങളൊന്നും കണ്ടിട്ടില്ല. നമുക്കൊരു വേറെ ഷേപ്പുള്ള മരങ്ങൾ കേട്ടോ. ഒരു പ്രത്യേക സ്ഥലം. നമുക്ക് ശരിക്ക് പണ്ടത്തെ കാലത്തേക്ക് നമ്മൾ പോയ മാതിരി ഒരു ഫീലിംഗ് ഒക്കെ കേട്ടോ. ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും സിറ്റി ലൈഫും മാത്രം ഒന്ന് കണ്ടാൽ പോരായിരുന്നു. ഇങ്ങനത്തെയൊക്കെ കുറേ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം. ഇറ്റ് റിയലി ഈസ് എൻ എക്സ്പീരിയൻസ്. നമുക്ക് ആ ക്ലാസ് റൂമിൻ്റെ ഇപ്പോൾ സാനു ഇരുന്നപ്പോഴൊക്കെ പെട്ടെന്ന് അവൾക്കാണെങ്കിൽ ആ പണ്ടത്തെ കാലത്തൊരു ലുക്കും. അപ്പോൾ അയ്യോ എന്തോ മാതിരി. കുതിരയുടെ ചാണകം മണക്കുന്നുണ്ട് കേട്ടോ. എത്താറായിൻ്റെ തോന്നുന്നു. സാനു കുതിരനെ കണ്ടോ? ഹോസി സാശുമ, ഹോസി. ഹായ് ഹോസി. സാശു, ഹോസി. അതാ വരുന്നു എൻ്റെ ഈശ്വര.
ഓ മൈ ഗോഡ്, ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലേ. ശശിമ ഹോസി നക്കിയോ? കുതിരയുടെ ചാണകത്തിന്റെ മണം അടിച്ചിട്ടാട്ട സാധനം ഓടണേ. എന്താ അവിടെ ഇരിക്കണ ഉണ്ണോ? അതായിരുന്നു ആ സ്കൂള്. ആ സ്കൂളാണ് ഈ സ്കൂള്. കുട്ടികളിരിക്കണ. ഓ കയറി കയറിയാ പണ്ടത്തെ കാലത്തെ വീടല്ലേ? പണ്ടത്തെ കാലത്തെ വീടല്ലേ ഇത്? ഇതാണോ ഇപ്പൊ മെയിൻ വീട്? അവിടെ ഒരു എന്തോ കാണാണ്ട്. ഓ വാവ്, ചെടി നോക്കൂ. ആ എന്താ തണലാ അവിടെ. ഓ വാവ്, കണ്ട ഇതാണ് കേട്ടോ ഈ റൗസൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീട്. ഇതാണ് കേട്ടോ. സ്ലൈറ്റായിട്ടൊരു ഭാർഗവി നിലയാണ് ഇപ്പോൾ. പക്ഷേ ഗാർഡനൊക്കെ ചെത്തിയിട്ടുണ്ട്. പ്രൈമിലെ നീല വെളിച്ചം സിനിമയില്ലേ നമ്മുടെ ടൊവിനോൻ്റെയും റീമ കല്ലിങ്ങലിൻ്റെയും, അത് ഇന്നലെ കണ്ടിരുന്നു കേട്ടോ രാത്രി. ഒരാവശ്യമില്ലാണ്ട് രാത്രി കണ്ടെങ്കിൽ പേടിയായി. അപ്പോൾ എനിക്ക് ഈ വീട് കാണുമ്പോഴേ അങ്ങനെ തോന്നുക, രാത്രിയൊക്കെ ഇവിടെ വന്ന ആ മരത്തിൻ്റെ അടിയിലൊരു വെള്ള സാരി ഇങ്ങനെ നടക്കണു. അതുകൊണ്ടല്ലേ പ്രത്യേകതരം മരം. വിൻ്റർ ആയിന്നുണ്ടെങ്കിലും എല്ലാം അങ്ങനെ കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതൊക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. ഇറ്റ്സ് അമേസിങ്. ഓ അങ്ങനെ കിടക്കാണ്, പരന്ന് കിടക്കാണ്. നമുക്കിങ്ങനെ നടക്കാം. നല്ല വെതറൊക്കെ ഉള്ള ദിവസം ഹൈക്കിങ്ങിനും ഒക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരു നല്ല വാക്കിന് പോയ ഒരു എഫക്റ്റ് ഉണ്ട്. പ്ലസ് നമുക്കിതൊക്കെ കാണുകയും ചെയ്യാം. വാവ്, ആ മരം കണ്ട. ഓസ്ട്രേലിയയിൽ ഇഷ്ടമാതിരി ഉള്ളതാണല്ലോ ഗം ട്രീസ്, യൂക്കാലിപ്റ്റസിൻ്റെ ഒക്കെ ഉള്ള. ഈ കോവാലയൊക്കെ ഇത് തിന്നിട്ടാട്ടോ ജീവിക്കുക. ആ മരമാണിത്. നമ്മുടെ വിക്സൊക്കെ ഉണ്ടാക്കില്ലേ, അമൃതാഞ്ജനും വിക്സും, അതിനൊക്കെ യൂസ് ചെയ്യണ ആ യൂക്കാലിപ്റ്റസ് ഓയിലൊക്കെ കിട്ടുന്നത് ഇതിന്നാണ് കേട്ടോ. ഇവിടെ ഭയങ്കര പോപ്പുലർ അല്ലേ ഈ സംഭവം. ഓ അതെന്ത് മരമാണോ അല്ലേ, തൂങ്ങി തൂങ്ങി കിടക്കണു. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഷെയ്ഡും അതിൻ്റെ അടിയിൽ. നമ്മൾ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ കുറേ സ്ഥലങ്ങൾ. നമ്മൾ ഈ മെയിൻ ഒരു ഗാർഡൻ മാത്രം ഒന്ന് ഇങ്ങനെ കറങ്ങി നേരെ ആ വീട്ടിലേക്ക് പോവാച്ചിട്ടാണ്. ഓ വെരി നൈസ്. ഓ ഇതെന്തോ ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അതെന്താണെന്നൊന്നും അറിയില്ല, ബട്ട് എന്തോ കായ്ക്കണ എന്തോ മരം. നമ്മുടെ ചക്കയും മാങ്ങയൊക്കെ മാതിരി ഇവരുടെ എന്തെങ്കിലും സാധനമായിരിക്കും. ഇതാണ് കേട്ടോ മെയിൻ ആ റൗസൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആ വീട്. അപ്പോൾ അവരിപ്പോൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളി കയറ്റണില്ല നമ്മളെ. അപ്പോൾ ബാക്കി സ്ഥലങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാം. ഓ എൻ്റെ അമ്മേ, അതിൻ്റെ ജനവാതിലൊക്കെ നോക്കൂ. എനിക്ക് മനസ്സിലെന്താ പറഞ്ഞറിയ പെട്ടെന്ന് പഴന്തമിഴ് പാട്ട്, ആ പാട്ടല്ലേ, അതെൻ്റെ മനസ്സിൽ BGM ഇങ്ങനെ ഓടുന്നു. ഓ മൈ ഗോഡ്, സത്യമായിട്ടും രാത്രി ഞങ്ങളൊന്നും വരില്ല കേട്ടോ. ഇത് വൈകുന്നേരം 4 മണി വരെ ഓപ്പൺ ഉള്ളൂ. ഡെഫിനറ്റ്ലി രാത്രി വരാൻ പറ്റിയ സ്ഥലമൊന്നുമല്ല. അവിടെ ആൾക്കാർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് തൽക്കാലം ഈ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണാം. അത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഗാർഡനൊക്കെ ഉണ്ട് ഇവിടെ. ആയി നമുക്ക് പറക്കാം മുന്തിരിത്തോപ്പ്. ആ തോപ്പാണ് അപ്പോൾ ഇത് അല്ല. ഹാ 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 എന്ത് രസാ. ഇറ്റ് ലുക്സ് ലൈക്ക് മുന്തിരി, പക്ഷെ മുന്തിരിയാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക തണൽ മാതിരി ആയിരിക്കണു ആ മരങ്ങൾ ഇങ്ങനെ വളർന്നിട്ടെ. ശശിമ ചിരിക്കണ്ട. അത് ഇതവർ വെറുതെ വന്നിരിക്കണം, ചായ കുടിക്കണ സ്ഥലം ഉണ്ടല്ലോ.
സാഷിമ നിന്റെ ഓൾഡ് മക്ഡൊണാൾഡ് അത്. അയ്യോ നമ്മൾ ഫുഡ് കൊണ്ടുവരാ വെച്ചിട്ടാ കേട്ടോ അവര്. കണ്ട കൊക്കെടുക്ക. Some buildings, cart shed, barn. One of them is a barn. Fowl house ruins. Mama, look the toilets. ടോയ്ലറ്റ്സാ? ആ ശരിയാ, ടോയ്ലറ്റ്സ് അത് പഴയ ടോയ്ലറ്റ്സ്. ഗൈസ് അവിടെ എന്താ ഒരു സംഭവം, ആനിമൽസിനൊക്കെ സ്ലോട്ടർ ചെയ്യണ എന്തോ സ്ഥലം അത്ര. എനിക്ക് തോന്നുന്നു കോഴിയറ്റിയായിരിക്കും. മഷ്റൂംസ്. ഓ യാ, ഇതൊക്കെ ചിലപ്പോൾ പോയ്സണസ് ആയിരിക്കും കേട്ടോ. ഇത് വൂൾ ഹൗസ് ആണ്. എനിക്ക് തോന്നുന്നു ഷീപ്പിനെയൊക്കെ വൂള് ആക്കണ എന്തോ സ്ഥലമാണ് തോന്നുന്നു. പണ്ട് ഒറ്റ സിനിമയിൽ ശങ്കരാടി പറയില്ലേ 20 ലിറ്റർ പാല് കറക്കണ ഓസ്ട്രേലിയൻ പശുക്കളെ തരാമെന്ന്. ആ ഓസ്ട്രേലിയൻ പശുക്കളാണ് അവിടെ നിന്നിട്ട് വെള്ളം കുടിക്കണത്. സീരിയസ്ലി കേട്ടോ, അവിടുത്തെ പശുക്കളുടെ സൈസ് കണ്ട നമ്മുടെയൊക്കെ ഒരു 10 ടൈംസ് ഉണ്ടാവും. ഭയങ്കര സൈസായിരിക്കും ആൻഡ് നല്ല കിടിലൻ പാലായിരിക്കും. അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ സ്വതവേ നല്ല മിൽക്ക് പ്രൊഡക്ട്സ് ആട്ടോ. ഇവിടുന്ന് വേറെ കൺട്രീസിൻ്റെ ഐസ്ക്രീമും പാല് തൈരൊന്നും കൊണ്ടുവരേണ്ട ആവശ്യം തന്നെ ഇല്ല. നടക്കാറന്നില്ല. മാക്സിമം നമ്മൾ ന്യൂസിലൻഡിലത്തെ കണ്ടിട്ടുള്ളൂ. ഇവിടെ അല്ലാതെ വേറെ കൺട്രീസിൽ നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ടൊന്നും ചെയ്യില്ല. എൻ്റെ ആവശ്യമില്ലേ, അത്രയധികം നല്ല അടിപൊളി ഡയറി പ്രൊഡക്ട്സ് കിട്ടുന്ന കൺട്രി ആയതുകൊണ്ട്. ഓക്കെ, നമ്മളിനി പോകാൻ പോണത് അതായത് കണ്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലം. ഐ തിങ്ക് ഉറപ്പില്ല സ്ലോട്ടർ ഹൗസ് ആണ് ഇതെന്ന്. അതായത് മനുഷ്യന്മാരെയല്ല, ഐ എം ഹോപ്പിംഗ് വേറെ വല്ല മൃഗങ്ങളെയൊക്കെ പണ്ട് കാലത്ത് കൊന്നിരുന്ന സ്ഥലമാണ് തോന്നുന്നു. സാനുവിന് നല്ല പേടിയുണ്ട്, അതുകൊണ്ട് നമ്മൾ പതുക്കൻ്റെ ഉള്ളിൽ അവളോട് അധികം പറയണില്ല അതിനെക്കുറിച്ചിട്ട്. ഉള്ളി കയറി നോക്കി നോക്കാം കേട്ടോ. എന്താ സണ്ണ് കണ്ടോ, നല്ല വെയിലുണ്ട്. ഉള്ളിൽ പോയി നോക്കി നോക്കാം. ചിലപ്പോൾ ഇവിടുന്ന് ഒരു കുതിരകളെയൊക്കെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. കണ്ട അതാ കാട്ട് പോലെയില്ലേ, ആ പഴയ ഒരു ലുക്ക്. അകത്ത് എന്താ മണി, നീ പേടിക്കാതെ ഉള്ളിൽ കയറ്. ആ ഇത് സ്റ്റേബിളായിരിക്കും. അപ്പോൾ എൻ്റെ അമ്മേ ഇതെന്ത് സ്ഥലം. അതൊക്കെ ഹോസ്റ്റൻ്റെ പേരായിരിക്കും ഉണ്ണി. ഇതൊക്കെ അബറിജിനൽ നെയിംസ് ആയിരിക്കേ, ഈ വയമാട്ട എന്നൊക്കെ പറയണേ അല്ലേ. തുകിട് കണ്ട. ഓ മൈ ഗോഡ്, ഇതൊക്കെ 1800s മോളെ. ലുക്ക് ദീസ് ട്രങ്ക്സ്, ദി ഓൾഡ് ട്രങ്ക്സ്. അങ്ങനത്തെ പെട്ടി സുട്ട് കേസുകൾ, പണ്ടത്തെ സുട്ട് കേസ്. ഇത് കുതിരേനെ അങ്ങനെ കെട്ടിടാനുള്ള സാധനങ്ങളും ആ വിപ്പും ലീഷൊക്കെ ആട്ടോ അവിടെ. ഷോ ഭാഗ്യം ഇത് സ്ലോട്ടർ ഹൗസ് അല്ല. ചെറുതായിട്ടൊരു പേടി എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ വീടിനകത്താണ് കയറിയിട്ടോ. ഇത് ലോണ്ട്രി പൗഡർ അവർ വെച്ചിരിക്കണം അവിടെ. ഇത് ലോണ്ട്രിയാന്ന് കാണിക്കാനായിരിക്കാം. ഭയങ്കര റൺ ഡൗൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് കണ്ടു ഈ സൈക്കിളൊക്കെ, പണ്ടത്തെ സൈക്കിളൊക്കെ. ഓ ആ ഇതവർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് കഥകളൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ. ഈ സ്ത്രീ ഭയങ്കര അടിപൊളി കേട്ടോ. കഥയൊക്കെ കേട്ടപ്പോൾ നമുക്ക് ശരിക്കും കുളിരൊക്കെ പൊന്തി. എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ഒരു ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ടേ. 6 ജനറേഷനിലുള്ള ഫാമിലീസ് കുറേ വഴക്കുകളുണ്ടായി, കുടുംബ പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ടും അവർ ചില എന്താ പറയുക ഫേറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ കാരണം ഒരു 6 ജനറേഷൻ ഈ ഒരു വീടിനെ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അവസാനം അവർക്ക് നോക്കാനുള്ള നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഗവൺമെൻറ്റിന് കൊടുത്തതൊക്കെ. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി ഇത് തുറന്നിട്ടുള്ളൂ ആൾക്കാർക്ക് കാണാൻ. അപ്പോൾ ഉള്ളിൽ പോയാൽ കാണാത്ര
1800s വാൾപേപ്പറും ഇപ്പോൾ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് തിളങ്ങാൻ പറ്റിയ കളേഴ്സൊക്കെ ആയിരുന്നു അന്ന് യൂസ് ചെയ്തിരുന്നത്. അതൊക്കെ അങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക. അന്ന് തൊട്ടുള്ള ഫർണിച്ചറും. ഇങ്ങനത്തെ ഒരു പ്ലേസ് യുണീക്കാന്നാണ് അവർ പറയണത്. അങ്ങനെ അധികം നമുക്ക് കാണാൻ കിട്ടില്ല. അപ്പോൾ ഫുൾ കഥകൾ അവർ പറഞ്ഞു തന്നു കേട്ടോ. ഈ മെയിൻ റോഡ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, കുതിരയ്ക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ സിഡ്നി ഹാർബറിൽ ഷിപ്പ് കൊണ്ടുവന്ന് ഈ റിവർ വരെയൊക്കെ വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഈ മെയിൻ റോഡ് വന്നത് തന്നെ. സുള്ളൊക്കെ ഒന്ന് ഓഫീസ് പോകണ റോഡാട്ടോ അത്. അതിൻ്റെ കഥകളൊക്കെ കേട്ടപ്പോഴേ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസസിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നല്ലൊരു പ്രത്യേക ഒരു സുഖം ഇവിടെ ഈ മരങ്ങളുടെ ഇടയിലൊക്കെ. കണ്ടില്ലേ, ഈ മെയിൻ ഡോറിന് തന്നെ അവർ പറഞ്ഞു കേട്ടോ, അത് വിക്ടോറിയൻ സ്റ്റൈലിലാക്കാൻ വേണ്ടി അന്നത്തെ ഇവിടുത്തെ താമസിച്ചിരുന്ന അയാളുടെ ഭാര്യ മാറ്റിയതായിരുന്നു അത്ര ഇതിൻ്റെ ഈ ഡോറൊക്കെ. നട തുറക്കാറായിട്ടോ. സനുണി റെഡി? ചെന്ന മോളെ വലതുകാലിൽ വെച്ച് കയറിക്കോ. ഓ മൈ ഗോഡ്. There's deers inside. If you lived in this house, you'd go to school in here. Oh. You'd be able to do your private tutoring. This is where they would study. Yeah. ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പണ്ടത്തെ ഒരു മണം അല്ലേ? ലൈറ്റൊക്കെ കണ്ട. പണ്ടത്തെ ഫർണിച്ചറും നോക്കൂ, പഴയ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വെച്ചിരിക്കണേ. സ്ലൈറ്റായിട്ട് പേടിയാവുണ്ടല്ലേ. ഇവർ കൊന്ന മൃഗങ്ങളുടെ തലകളും ഉണ്ട് കേട്ടോ. കണ്ട, അതൊക്കെ ഒരു പിയാനോ ഒക്കെ കളിച്ചിരുന്ന സ്ഥലമാണ്. ഓ, ഇതായിരുന്നു അവർ പറഞ്ഞ വാൾപേപ്പറൊക്കെ കേട്ടോ. കാട്ടിനൊക്കെ കണ്ടോ, ഇങ്ങനെ വെള്ളത്തിൻ്റെയൊക്കെ ഡാമേജ് വന്നുകൊണ്ട് മേളിൽ പോകുന്നത് സേഫ് അല്ല എന്ന് അവർ പറഞ്ഞു. നമ്മൾ കയറുന്നില്ല. പക്ഷേ ഈ കോണിയൊക്കെ നോക്കൂ. ഓ, ഇതൊക്കെയായിരുന്നു കേട്ടോ അവർ പണ്ടത്തെ കാലത്ത് താമസിച്ചിരുന്ന ആൾക്കാർ. ഇവിടെയാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത്. എൻ്റെ അമ്മയെ കണ്ട, നമ്മളീ പഴയ ഇംഗ്ലീഷ് മൂവീസൊക്കെ മാതിരിയല്ലേ. ഇവിടെയാണ് അവർ പുട്ടും കടലൊക്കെ കഴിച്ചിരുന്നത്. ഇവിടുത്തെ ഫർണിച്ചർ വരെ പണ്ടത്തെ അതേ ഫർണിച്ചർ അത്ര. ഒന്നും അവർ ട്രേഡ് ചെയ്യേ കൊടുക്കുകയോ മറക്കുകയോ വിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നേ. അപ്പം അതൊക്കെ ഭയങ്കര നമ്മളെ ഇങ്ങനത്തെ ഒരു വീട് കാണാൻ പറ്റണേ. കണ്ടില്ലേ സാച്ചുമ്മ? സാനു, നിനക്ക് ഇഷ്ടമായോ? Yeah. What did you learn from it? I learned that there's a lot of history that I don't know from the past. അതന്നെയല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കിടിലൻ വീടൊക്കെ ഒന്ന് കണ്ടു. കുറേയൊക്കെ ഭയങ്കര ഇരുടാണ്, ലൈറ്റിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറേയൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയില്ല. ബട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഈ വീട്. ഇനിയിപ്പോൾ ഇനി കാണിക്കാൻ ഇവിടെ കുറേ ഇനിയും പാഡക്സും ആനിമൽസ് വളർത്തുന്ന സ്ഥലങ്ങളും ഗാർഡൻസും അങ്ങനത്തെയൊക്കെയാണ് ഉള്ളത്. ബട്ട് നമ്മളിനി ഇത് ക്വിക്ക് വാക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിനി വീട്ടിലേക്ക് പോകാൻ പോവാണ്. ബട്ട് ഈ ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നി. നമ്മൾ നോർമലി കാണിച്ചു തരുന്നതിനെക്കാട്ടൊക്കെ കുറേ വ്യത്യാസപ്പെട്ടുള്ളൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മളിന്ന് ഇങ്ങോട്ട് വന്നത്. ഈ ഒരു ബ്യൂട്ടിഫുൾ റൗസ് ഹിൽ എസ്റ്റേറ്റിൽ വെഡ്ഡിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ ഹയർ ചെയ്യാം അത്രേ. ബട്ട് വളരെ നല്ലൊരു സ്ഥലം. ഇങ്ങനത്തെയൊക്കെ സ്ഥലം നമ്മൾ ഇനിയും വിസിറ്റ് ചെയ്യാച്ചാൽ ഇനി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് കീപ് വാച്ചിങ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുമ്പോഴത്തേക്കും ദിസ് ഇസ് ബൈ ഫ്രം ശ്രുതി ആൻഡ് ബൈ ഫ്രം see you guys.